ഒരു മാസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്കു ശേഷം വിശ്വാസി സമൂഹം ഈദുൽ ഫിത്ർ ആഘോഷിക്കുകയാണ്. നാം മനസ്സിലാക്കിയതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്ദേശമാണ് ഈ ആഘോഷവേളയിൽ നമുക്ക് പരസ്പരം കൈമാറാനുള്ളത്. അതോടൊപ്പം വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതെന്ത്? അത് നമ്മൾ ചൊല്ലിയ ആ തക്ബീറിൻ്റെ സന്ദേശം തന്നെയാണ്. പലപ്പോഴും ആലോചിച്ചു നോക്ക് നിങ്ങൾ, ഇന്നത്തെ ഈ പെരുന്നാൾ ദിവസം നമ്മൾ തക്ബീർ മുഴക്കി. ആ തക്ബീർ എത്ര പ്രാവശ്യം ഉരുവിടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ പലപ്പോഴും അതൊക്കെ പഴഞ്ചനാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളെയും സമൂഹത്തിൽ കാണാൻ സാധിക്കും. പക്ഷെ ഒരു വിശ്വാസി എന്ന നിലയിൽ അല്ലാഹു അക്ബർ എന്നത് 300-ലധികം തവണ നമ്മൾ ആവർത്തിക്കുന്നുണ്ട് ഒരു ദിവസത്തിൽ. ബാങ്കിൽ അല്ലാഹു അക്ബർ ഉണ്ട്, ഇഖാമത്തിൽ അല്ലാഹു അക്ബർ ഉണ്ട്, നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലേണ്ട ദിക്റിലും അല്ലാഹു അക്ബർ ഉണ്ട്. 300-ലധികം തവണ, അല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ 400-ലധികം തവണ അല്ലാഹു അക്ബർ എന്നൊരു വിശ്വാസി ഉരുവിടണം, പ്രഖ്യാപിക്കണം. ഈ അല്ലാഹു അക്ബർ എന്നതിൻ്റെ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചോ എന്നതാണ് നമ്മളുടെ മുമ്പിലുള്ള ചോദ്യം. ആ സന്ദേശം ഉൾക്കൊള്ളുന്നതിലേക്ക് നമ്മെ പര്യാപ്തമാക്കാനാണ് ഇസ്ലാമിലെ എല്ലാ ആരാധനകളും. ഇസ്ലാം കാര്യം 5 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 ഷഹാദത്തു കലിമകൾ മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയണം. എൻ്റെ ഗുരുനാഥൻ മമ്മുണ്ണി മൊല്ലാക്ക അങ്ങനെയാണ് ചെറുപ്പത്തിൽ എനിക്ക് പറഞ്ഞു തന്നത്. നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും, മനസ്സിൽ ഉറപ്പിക്കണം, നാവുകൊണ്ട് വെളിവാക്കി പറയുകയും വേണം. പോരാ, നമസ്കാരമുണ്ട്, സക്കാത്തുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, പുറമെ ഉംറയും അതുപോലെ തന്നെ ബലികർമ്മങ്ങളുമുണ്ട്. ഈ ആരാധനകളെല്ലാം നമ്മെ എത്തിക്കേണ്ടത് ഈ അല്ലാഹു അക്ബർ, അല്ലാഹു അത്യുന്നതനാണ്, അല്ലാഹു മഹാനാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അതിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ആ സന്ദേശത്തിലേക്കാണ്. നോക്കൂ, സൂറത്തു സുമറിലെ 38-ാമത്തെ വചനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നടത്തുന്ന മക്കയിലുള്ള അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കുകളോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പ്രവാചകനോട് അല്ലാഹു ആവശ്യപ്പെടുകയാണ്. വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള, പ്രവാചകരെ, അബൂജഹൽ അടക്കമുള്ള സത്യനിഷേധികളായിട്ടുള്ള ആളുകളോട് നീ ചോദിച്ചു നോക്ക്. എന്താ ചോദിക്കേണ്ടത്? ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നത് എന്ന്. അല്ലാഹ് തന്നെ മറുപടി പറയുന്നു, ലയഖൂലുന്നല്ലാഹ്, അവർ പറയും അല്ലാഹു ആണ് എന്ന്. ഖുർആന്റെ ശൈലി അവർ പറയുക തന്നെ ചെയ്യുന്നതാണ്. ലയഖൂലുന്ന, അവർ പറയുക തന്നെ ചെയ്യും അല്ലാഹു ആണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നത് എന്ന്. ശരി, ഇത് അംഗീകരിക്കുന്നുവെങ്കിൽ അവരോട് അടുത്തൊരു ചോദ്യം ഉന്നയിക്കാൻ വേണ്ടി അല്ലാഹ് ആവശ്യപ്പെടുകയാണ്. കുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, എങ്കിൽ അഥവാ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ അല്ലാഹു ആണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ആ അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാർ, മുനിമാർ, മഹർഷിമാർ, ദിവ്യന്മാർ, സിദ്ധന്മാർ, ബാബമാർ, ബീവിമാർ, ഇങ്ങനെ മനുഷ്യർ പടച്ചവന് പുറമെ വിളിച്ചു തേടുന്ന ശക്തികളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? എന്താണ് ആലോചിക്കേണ്ടത്? ഇൻ അറാദനി അല്ലാഹു ബിളുരിൻ ഹൽ ഹുന്ന കാശിഫാത്തു ലുരിഹി, അല്ലെങ്കിൽ ഔ അറാദനി ബിറഹ്മ ഹൽ ഹുന്ന മുംസികാത്തു റഹ്മത്തിഹി. ഈ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രയാസം നിശ്ചയിച്ചാൽ ആ പ്രയാസത്തെ എന്നിൽ നിന്ന് തട്ടിമാറ്റാൻ ആർക്കെങ്കിലും സാധിക്കുമോ?
ഇതാണ് ചോദ്യം. മറുപടി എന്താ? മറുപടി വളരെ ക്ലിയറാണ് അല്ലേ? ആകാശങ്ങളെയും ഭൂമിയെയും എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നാഥൻ എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം നിശ്ചയിച്ചാൽ ആ പ്രയാസത്തെ നമ്മിൽ നിന്ന് തട്ടിമാറ്റാൻ ആ റബ്ബിനല്ലാതെ ഒരു ശക്തിക്കും എന്തല്ല, സാധ്യമല്ല. അടുത്ത ചോദ്യം തിരിച്ച, എൻ്റെ റബ്ബ് എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ നിശ്ചയിച്ചു, എനിക്കൊരു റഹ്മത്ത് നിശ്ചയിച്ചു, ഒരു അനുഗ്രഹത്തെ നിശ്ചയിച്ചു. ആ അനുഗ്രഹത്തെ എന്നിൽ നിന്ന് തടഞ്ഞു നിർത്താൻ ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ശക്തികൾക്ക് സാധ്യമാണോ? മറുപടി ക്ലിയറാണ്, സാധ്യമല്ല. എൻ്റെ റബ്ബ് എൻ്റെ ജീവിതത്തിൽ എനിക്കു നൽകണമെന്ന് തീരുമാനിച്ച റഹ്മത്തിനെ എന്നിൽ നിന്ന് തടഞ്ഞു നിർത്താൻ ഈ ലോകത്തിലുള്ള മുഴുവൻ ശക്തികളും എനിക്കെതിരെ ഒരുമിച്ചാലും നടക്കുന്ന പ്രശ്നമില്ല. അതല്ലേ നമ്മൾ നമസ്കാരം കഴിഞ്ഞിട്ട് പറയുന്ന പ്രധാനപ്പെട്ട ദിക്ർ, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. പടച്ചവനെ, നീ നൽകിയതിനെ തടുക്കാൻ, നീ തടഞ്ഞതിനെ നൽകാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അപ്പോൾ റബ്ബിനെ കുറിച്ചുള്ള ഈ ബോധം, അതാണ് അല്ലാഹു അക്ബർ എന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആശയം. ഈ ആശയം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതേ വചനത്തിൽ അല്ലാഹ് വീണ്ടും ആവശ്യപ്പെട്ടു. എന്താണ് ആവശ്യപ്പെട്ടത്? ഖുൽ ഹസ്ബി അല്ലാഹ്, നീ പറഞ്ഞേക്കു പ്രവാചകരെ, എനിക്ക് പടച്ചവൻ മതി. ഹസ്ബി അല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, തവക്കുലാക്കുന്നവർ അവനിൽ തവക്കുലാക്കട്ടെ എന്ന്. ആലോചിച്ച് നോക്ക്, സഹാബിമാരുടെ ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട്, പ്രവാചകന്മാരുടെ ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ആലോചിച്ചു നോക്ക്, ചെങ്കടലിന്റെ മുന്നിലാണ്. ഒരു കൊതുമ്പ് പോലും മൂസാ അലൈഹിസ്സലാമയുടെ അടുക്കലില്ല. സ്ത്രീകളും കുട്ടികളും യുവാക്കളും പ്രായം ചെന്നവരും എല്ലാവരും അടങ്ങുന്ന സമൂഹം ചെങ്കടലിന്റെ മുന്നിൽ മൂസാ അലൈഹിസ്സലാമയുടെ മുമ്പിൽ വെച്ചു ആർത്തട്ടഹസിച്ചു കരയുകയാണ്. സൂറത്തു ശുആറയിൽ അല്ലാഹ് അത് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റഖൂൻ. മൂസ അലൈഹിസ്സലാമയുടെ അണികൾ പറഞ്ഞ സന്ദർഭം, പിടിക്കപ്പെട്ടില്ലേ മൂസ, കടലിന്റെ മുന്നിലാണ് നമ്മൾ, പിന്നിലതാ പൊടിപടലങ്ങൾ ഇളക്കിവിട്ട് ക്രൂരനായ, ലോകം കണ്ട ഏറ്റവും വലിയ ഫാഷിസ്റ്റായിട്ടുള്ള ഫിറഔനും ഗുണ്ടപ്പടയും വരുന്നു. ആരാണ് ഫിറഔനും ഗുണ്ടപ്പടയും? ഖുർആൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഞാനാണ് പടച്ചവൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഫിറഔൻ. പോരല്ല, ഉഖത്തിയൻ ഐദിയക്കും വഅർജുലക്കും മിൻ ഖിലാഫ്, നിങ്ങളുടെ കൈകാലുകൾ വിഭിന്നമായി ഞാൻ മുറിക്കും. വലതു കൈ മുറിച്ചാൽ ഇടതുകാൽ മുറിച്ച് പച്ച മനുഷ്യനെ മരത്തിൽ തൂക്കിയിട്ട് ഇഞ്ചിഞ്ചായി കൊന്ന ഫിറഔനും ഗുണ്ടപ്പടയും പിന്നിൽ വരുന്നു. പിടിക്കപ്പെട്ടില്ലേ മൂസ? ആലോചിച്ച് നോക്കൂ, മൂസ അലൈഹിസ്സലാം ആ സമൂഹത്തെ എങ്ങനെയാണ് സമാധാനിപ്പിച്ചത്? കല്ല, നിസ്സംശയം നിങ്ങൾ പിടിക്കപ്പെടുന്ന പ്രശ്നമേയില്ല. ചെങ്കടലിന്റെ മുന്നിലാണ്, ഒരു കൊതുമ്പ് പോലും രക്ഷപ്പെടാൻ നമ്മളുടെ അടുക്കലില്ല. ഫിറഔനും ഗുണ്ടപ്പടയും പിന്നിൽ വരുന്നുണ്ട്, പക്ഷേ നിങ്ങൾ പിടിക്കപ്പെടുന്ന പ്രശ്നമേയില്ല. എന്തേ കാരണം? ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. ആലോചിച്ചോക്ക്, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ നിയമസഭയിൽ എനിക്ക് സ്വാധീനമുണ്ട്, മറ്റുള്ള അധികാര കേന്ദ്രങ്ങളിൽ എനിക്ക് സ്വാധീനമുണ്ട്. ഞാൻ അവരൊക്കെ വിളിച്ചു എന്നല്ല, അതിനേക്കാൾ ഉപരി ഒരു വിശ്വാസിയുടെ മനസ്സു മന്ത്രിക്കേണ്ടത് ഞാൻ എൻ്റെ റബ്ബിന്റെ മാർഗത്തിലാണ്, ആ റബ്ബിന് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തും. ഇത് ചരിത്രം നമുക്കറിയാമല്ലോ. മൂസാ അലൈഹിസ്സലാമയും വിശ്വാസി സമൂഹവും അല്ലാഹ് രക്ഷപ്പെടുത്തി. പിന്നിൽ വന്ന ഫിറഔനും ടീമിന്റെയും അന്ത്യം ചരിത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. ഇതാണ് അല്ലാഹു അക്ബർ കൃത്യമായി ഉൾക്കൊണ്ടാൽ ലഭ്യമാവുന്നത്. ഖൈബർ കോട്ട ജയിച്ചടക്കാൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു. ഖൈബറിന്റെ കോട്ടവാതിൽ ഒരിക്കലും തകർക്കാൻ സാധിക്കാത്ത വിധത്തിൽ ശക്തമായിരുന്നു എന്നാണ്. പിൽക്കാലത്ത് ജഅഫർ ബിൻ അബി ത്വാലിബ് പറയുന്നുണ്ട്, യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ അല്ലാഹു അക്ബർ എന്നൊരു വചനം ഞങ്ങൾ കേട്ടു. പിന്നീട് കോട്ടവാതിൽ കയ്യിൽ അലി റളിയല്ലാഹു അൻഹു പരിചയായി ഉപയോഗപ്പെടുത്തുന്നു എന്ന്. എന്നിട്ട് ജഅഫർ പിന്നീട് പറയുന്നത് എന്താ അറിയോ?
യുദ്ധം കഴിഞ്ഞതിനു ശേഷം ഞാനും മറ്റു 7 പേരും ആ കോട്ടവാതിൽ ഒന്ന് നീക്കിയിടാൻ ശ്രമിച്ചിട്ട് സാധ്യമായില്ല എന്ന്. ആലോചിച്ചോക്ക്, എങ്ങനെയാ 8 പേർക്ക് ഒന്ന് നീക്കിയിടാൻ സാധിക്കാത്ത കോട്ടവാതിൽ ഒരു വേള അലി റളിയല്ലാഹു അൻഹു പരിചയമായി ഉപയോഗപ്പെടുത്തിയത്? അവിടെയാണ് മനസ്സറിഞ്ഞുള്ള അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് മഹാൻ, അല്ലാഹുവാണ് അത്യുന്നതൻ, ആ അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്തും ത്യജിക്കാൻ എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് മനസ്സറിഞ്ഞു ഉൾക്കൊണ്ടാൽ അല്ലാഹ് നൽകുന്ന ശക്തിയത നമുക്ക് സാധ്യമാണോ, ലഭ്യമാണോ? ഫലസ്തീനിൽ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണില്ലേ, കൊന്നു തീർക്കുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെയും കുട്ടികളെയും എല്ലാവരെയും കൊന്നു തീർക്കുന്നു. അവർക്ക് പിടിച്ചു നിൽക്കാൻ ആയുധബലമാണോ? അല്ലല്ലോ, അല്ലേ? നമ്മൾ പത്രങ്ങളിൽ ചാനലുകളിൽ കാണുന്നുണ്ട്, മാസങ്ങൾ പൂർത്തിയാവാത്ത പിഞ്ചു കുഞ്ഞ് ബോംബേറിൽ മരണപ്പെട്ടിട്ട് ആ കുഞ്ഞിനെ കഫൻ പുടവയിൽ പൊതിഞ്ഞ് പിടിച്ചു നിന്ന് റബ്ബിനോട് പറയുന്ന മാതാപിതാക്കളെ നമ്മൾ കൺമുമ്പിൽ കാണുന്നുണ്ട്. ആലോചിച്ച് നോക്ക്, നമുക്ക് സാധിക്കുമോ പിടിച്ചു നിൽക്കാൻ? അങ്ങനെ സാധ്യമാണോ? ആ രീതിയിൽ നമ്മളുടെ വിശ്വാസത്തെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടോ, ക്രമപ്പെടുത്തിയിട്ടുണ്ടോ? അവിടെയാണ് അല്ലാഹു അക്ബറിന്റെ സ്വാധീനം നമ്മെ സ്വാധീനിക്കേണ്ടത്. പക്ഷെ ആ സ്വാധീനം, ആ അല്ലാഹു അക്ബർ എന്ന തക്ബീർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീർ, അതൊരു 10 പ്രാവശ്യം പോലും അല്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും ഈദ്ഗാഹിലിരുന്ന് അത് ചൊല്ലാൻ മനസ്സില്ലാത്ത ആൾക്ക് ആ അല്ലാഹു അക്ബറിന്റെ സ്വാധീനം ഉണ്ടാവുക ജീവിതത്തിൽ? ആലോചിക്കണം നമ്മൾ, പ്രത്യേകിച്ച് നമ്മളുടെ യുവതലമുറ. അതുകൊണ്ട് ഖുർആൻ എടുത്തു പറഞ്ഞു, സൂറത്തു സുമറിലെ തന്നെ 38-ാമത്തെ വചനം അവസാന ഭാഗത്ത്, അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, തവക്കുലാക്കുന്നവർ ആ റബ്ബിൽ തവക്കുലാക്കിക്കൊള്ളട്ടെ എന്ന്. തവക്കുലാക്കുന്നവർ ആ റബ്ബിൽ തവക്കുലാക്കണം, റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ട് പോകണം. ഇന്ത്യൻ സാഹചര്യവും അത്ര മോശമൊന്നുമല്ല. ആരിൽ നിന്നാണ് ഇന്ത്യയിലെ ഫാഷിസ്റ്റുകൾ ഊർജവും വീര്യവും ഉൾക്കൊള്ളുന്നത്? നമുക്ക് കൃത്യമായിട്ടറിയാം, അല്ലെ? സയനിസത്തിൽ നിന്നാണ് ഇന്ത്യൻ ഫാഷിസം ഊർജം ഉൾക്കൊള്ളുന്നത്. നോക്കൂ, ഈ ഇന്ത്യൻ ഫാഷിസത്തെ നേരിടാൻ മുസ്ലിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? നേരത്തെ പറഞ്ഞ ആ റബ്ബിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. സൂറത്തു നൂറിലെ 55-ാമത്തെ വചനം നമ്മളൊക്കെ വായിച്ചു പോയതല്ലേ? അവിടെ ആ 55-ാമത്തെ വചനത്തിൽ 3 കാര്യങ്ങൾ വിശ്വസിക്കുകയും നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് പടച്ചവൻ വാഗ്ദാനം നൽകുന്നുണ്ട്. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും മിനൽ അർള് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. 2 വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതലാ ലഹും. 3 വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. വിശ്വസിക്കുകയും നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അല്ലാഹു വാഗ്ദാനം നൽകുന്നു. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം അല്ലാഹു പാലിക്കുക തന്നെ ചെയ്യും. മൂസ അലൈഹിസ്സലാമയെ ചോരപ്പൈതലാവുന്ന സമയത്ത് വെള്ളം കിടക്കാത്ത പെട്ടിയിലടച്ച് നദിയിൽ ഒഴുക്കാൻ വേണ്ടി അല്ലാഹു കൽപ്പിച്ചു മാതാവിനോട്, അല്ലേ? വെള്ളം കിടക്കാത്ത പെട്ടിയിൽ വായു കയറുമോ? ആലോചിച്ചു നോക്ക്. ഏതൊരു മാതാവിൻ്റെയും ഹൃദയം പിടക്കും, പിതാവിൻ്റെ മനസ്സ് വിങ്ങും. പക്ഷേ റബ്ബ് പറഞ്ഞു, ആ കുഞ്ഞിനെ നിനക്ക് ഞാൻ തിരിച്ചു തരുമെന്ന്. ചരിത്രം നമുക്കറിയാം, സമയം പരിമിതമാണ്. ആ കുഞ്ഞിനെ തിരിച്ചു നൽകി. മാത്രവുമല്ല, ആലോചിച്ചു നോക്ക്, ഫിറഔനിന്റെ കൊട്ടാരത്തിൽ സ്വന്തം കുഞ്ഞിന് പാലൂട്ടുന്നതിന് ശമ്പളം വാങ്ങിയ ആളാണ് ആര്? മൂസ അലൈഹിസ്സലാമയുടെ ഉമ്മ. ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. മൂസ അലൈഹിസ്സലാമയെ കൊല്ലണമെന്നാണ് നാട്ടിലെ രാജാവിന്റെ തീരുമാനം. പക്ഷേ നാട്ടിലെ രാജാവിന്റെ കൊട്ടാരത്തിൽ മൂസ അലൈഹിസ്സലാമയെ വളർത്തണമെന്നതായിരുന്നു പടച്ചവന്റെ തീരുമാനം. ഏതു തീരുമാനമാണ് നടപ്പായത്? അള്ളാന്റെ തീരുമാനം നടപ്പായി. ആ കുഞ്ഞിനെ മൂസ അലൈഹിസ്സലാമയുടെ ഉമ്മക്ക് തിരിച്ചു കൊടുത്തപ്പോൾ അള്ളാഹ് അവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട് ലക്ഷ്യമായിട്ട്. അതിൽ ഒരു ലക്ഷ്യം എന്താണ് അറിയോ? കൈ ലിയഅലമ അന്ന വഅദല്ലാഹി ഹഖുൻ. സമൂഹമേ, യുവാക്കളെ, യുവതികളെ, നിങ്ങൾ തിരിച്ചറിയണം, അല്ലാഹ് ചെയ്ത വാഗ്ദാനം സത്യമാണ് എന്ന്. അല്ലാഹ് ചെയ്ത വാഗ്ദാനം സത്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആലോചിച്ച് നോക്ക്, ആ ചരിത്രത്തിൽ ഈ ഒരു പാഠം ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹ് ചെയ്ത വാഗ്ദാനം സത്യമാണ്. ഒന്നാമത്തെ വാഗ്ദാനം എന്താ?
വിശ്വസിക്കുകയും നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അള്ളാഹ് അധികാരം നൽകുന്നതാണ്. ലയസ്തഖ്ലിഫന്നഹും കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. അധികാരം ഒരു 5-6 ആളെ വെച്ച് ദാറുൽ അർഖമിൽ തുടങ്ങിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രസ്ഥാനം എടുത്തു നോക്കൂ നിങ്ങൾ. പ്രവാചകന്റെ 23 വർഷവും പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അല്പകാലവും കഴിഞ്ഞ് മഹാനായ 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തേക്ക് എത്തിയപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രത്തിന്റെ ഉടമസ്ഥരായി മുസ്ലിങ്ങൾ മാറിയിട്ടുണ്ട്. ശരിയോ തെറ്റോ? ശരിയല്ലേ? സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രത്തിന്റെ ഉടമസ്ഥരായി മുസ്ലിങ്ങളാണ് മാറിയത്, ബ്രിട്ടീഷുകാരല്ല. അള്ളാഹ് വാഗ്ദാനം പാലിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ സാഹചര്യം ഒന്ന് പഠിച്ചു നോക്ക് നിങ്ങൾ. ഇന്ത്യൻ സാഹചര്യം പഠിച്ചു നോക്ക്. 1947 സ്വാതന്ത്ര്യം നേടിയെടുത്തു നമ്മൾ. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതിൻ്റെ മുമ്പ് മുസ്ലിം സമൂഹത്തിന്റെ അത്ര കഷ്ടപ്പെട്ട വേറൊരു സമൂഹത്തെ കാണാൻ സാധ്യമല്ല. അവർ സമ്പത്ത് നൽകിയിട്ടുണ്ട്, അവരുടെ ശരീരം നൽകിയിട്ടുണ്ട്, അവരുടെ രക്തം നൽകിയിട്ടുണ്ട്, അവരുടെ മക്കളെ നൽകിയിട്ടുണ്ട്. എന്തിന്? ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നപ്പോൾ തന്റെ വലങ്കയ്യായി അബുൽ കലാം ആസാദിനെ ഒന്നുകിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ മാനവ വിഭവശേഷി മന്ത്രിയായി നിയമിക്കുന്നതിൽ യാതൊരു മടിയുണ്ടായിരുന്നില്ല. പിന്നീടുള്ള ഭരണകാലഘട്ടം ആലോചിച്ച് നോക്കും നിങ്ങൾ. മുസ്ലിങ്ങളുടെ എണ്ണമുണ്ടായിരുന്നു പാർലമെന്റിൽ. പക്ഷേ ഇന്നത്തെ അവസ്ഥ നമ്മൾ വിലയിരുത്തേണ്ടതല്ലേ? ഇന്നത്തെ അവസ്ഥ തൊട്ടുകൂട്ടാൻ ഉണ്ടോ? കേന്ദ്ര ഭരണത്തിൽ തൊട്ടുകൂട്ടാൻ ഒരു മുസ്ലിം ഉണ്ടോ? പണ്ടൊരു നെഖ്വി ഉണ്ടായിരുന്നു ഒരു 5 കൊല്ലം മുമ്പ്. ഇന്നാരാളുള്ളത്? ഷിയയായിരുന്നു. എന്താ സംഭവിച്ചത്? സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രത്യേകിച്ചും വളർന്നു വരുന്ന യുവാക്കളെ, യുവതികളെ ആലോചിക്കണം. 947 മുസ്ലിങ്ങൾ ഉള്ളതിനേക്കാൾ ഇന്ന് എണ്ണത്തിൽ മുസ്ലിങ്ങൾ കൂടുതലാണ്, വണ്ണത്തിൽ അവർ കൂടുതലാണ്, സാമ്പത്തിക ശേഷിയിൽ അവർ മുന്നിലാണ്, വിദ്യാഭ്യാസ മേഖലയിൽ അവർ മുന്നിലാണ്, സാങ്കേതിക വിദ്യയിൽ അവർ മുന്നിലാണ്. എന്നിട്ടുമെന്തേ ഈ നൂറ്റാണ്ടിൽ മുസ്ലിങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടത്തിൽ നിന്ന് അകറ്റപ്പെട്ടത്? ചിന്തിക്കേണ്ടതല്ലേ? ആലോചിക്കണ്ടേ? യാഥാർത്ഥ്യങ്ങളെ ആ രീതിയിൽ മനസ്സിലാക്കണ്ടേ? അടുത്തതെടുത്തു നോക്കൂ നിങ്ങൾ. ഖുർആൻ അവിടെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം എന്താ അറിയാം? സ്വാധീനം നൽകുന്ന, നിങ്ങൾ ഉൾക്കൊള്ളുന്ന, പടച്ചവൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്ന മതത്തിന് ഞാൻ സ്വാധീനം നൽകുമെന്ന്. കേരള പശ്ചാത്തലത്തിൽ ആലോചിച്ചാൽ മതി. ബാഫക്കി തങ്ങളുടെ കാലഘട്ടം, സീതി സാഹിബിന്റെ കാലഘട്ടം, CS-ന്റെ കാലഘട്ടം, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ കാലഘട്ടം എടുത്തു നോക്കൂ നിങ്ങൾ. ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ചെലുത്താൻ സാധിച്ച സ്വാധീനം ഇന്നുണ്ടോ? ഇന്ന് സാധ്യമാണോ? നിങ്ങൾ രാഷ്ട്രീയക്കാരായിരിക്കാം, പല രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ വസ്തുതകൾ നമ്മൾ തിരിച്ചറിയണം. എന്തേ ആ സ്വാധീനം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കാത്തത്? 18 20 സാമാജികരുണ്ട് നമുക്ക്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതലുണ്ടായിട്ടും 8 9 സാമാജികർ അവരുടെ സമൂഹത്തിന് വേണ്ടി വിലപേശി വാങ്ങാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? ഞാൻ വിമർശനത്തിന് വേണ്ടി പറയല്ല, പഠിക്കാൻ വേണ്ടി പറയാം. സാധ്യമാവുന്നില്ല എന്നതാണ് വസ്തുത. ശരിയോ തെറ്റോ? ശരിയാണ് എന്ന് ഞാൻ ഉറക്കെ പറയും. മാത്രവുമല്ല, മുസ്ലിം സമൂഹത്തിന് വേണ്ടി മാത്രം കമ്മീഷനുകൾ നിശ്ചയിച്ചതിൽ നിന്ന് കൈയിട്ട് വാരുകയാണ്. എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. മറ്റുള്ളവർക്ക് കൊടുക്കണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ല, നമ്മൾക്ക് നിശ്ചയിച്ചതിൽ നിന്ന് കൊടുക്കരുത് അല്ലേ? സ്കോളർഷിപ്പുകളൊക്കെ എടുത്തു നോക്കൂ നിങ്ങൾ, വെട്ടിക്കുറച്ചു. എന്തേ കാരണം? നേരത്തെ പറഞ്ഞതുപോലെ IAS-ലും IFS-ലും IPH-ലും അതുപോലെയുള്ള ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെയും കണക്കെടുത്താൽ, അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ എയിംസ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരുടെ കണക്കെടുത്താൽ മലപ്പുറം ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെയും മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. എല്ലാ മേഖലയിലും മുസ്ലിങ്ങൾ പുരോഗതി പ്രാപിച്ചു. എന്നിട്ടും എന്തേ ഈ സ്വാധീനം സമൂഹത്തിൽ ചെലുത്താൻ നമുക്ക് സാധിക്കാത്തത്? ആലോചിച്ചു നോക്ക്. അവിടെയാണ് നമ്മൾ പഠനവിധേയമാക്കേണ്ടത്. അല്ലാഹു അക്ബർ എന്ന ആ തക്ബീറിന്റെ അതിന്റെ ആശയം, അതിന്റെ ആദർശം, മഹത്വം എത്രയാണ് എന്ന്. മൂന്നാമത്തെ കാര്യം, നിർഭയത്വം നൽകുന്ന, ഭയത്തിനു ശേഷം നിർഭയത്വം നൽകുന്ന, ഭയത്തിനു ശേഷം നിർഭയത്വം നൽകും. ആലോചിച്ചോക്ക്. ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താ?
നിർഭയമായി ജീവിച്ചിടത്ത് ഭയം കടന്നു വരുന്നു. ഇല്ലേ? അങ്ങനെയല്ലേ അവസ്ഥ? എന്തുകൊണ്ട് ഈ അവസ്ഥ വന്നു? റബ്ബ് നൽകിയ ആ വാഗ്ദാനം നമ്മളുടെ കാര്യത്തിൽ പൂർണ്ണമായി പാലിക്കപ്പെടുന്നില്ല. അവിടെയാണ് ആയത്തിന്റെ ബാക്കി ഭാഗം അടിവരയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ ഈ 3 വാഗ്ദാനങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ പാലിക്കുകയുള്ളൂ എന്ന് പ്രപഞ്ച സൃഷ്ടാവായ നാഥൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു അക്ബർ കൃത്യമായി ആ രീതിയിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഞാൻ ഏതാനും സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കും. ആലോചിച്ച് നോക്ക്, ആധുനിക തലമുറ ലഹരിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് അല്ലേ? മുസ്ലിം സമൂഹത്തിൽ കണക്കെടുത്ത് നോക്കിയാൽ അത്രമാത്രമൊന്നുമില്ല. പക്ഷേ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്തത് ഉണ്ടാവുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. സമൂഹത്തെ ലഹരിയുടെ പേരിൽ നമ്മൾ അങ്ങനെ മാറ്റി നിർത്തേണ്ടതില്ല എന്നത് തന്നെയാണ് വസ്തുത. എന്നാൽ സമൂഹത്തിലുണ്ട്. എന്തുകൊണ്ട് ലഹരി? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട്? അതിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് കഴിക്കുന്നവർക്കറിയാലോ. അത് ഏത് സമൂഹത്തിൽപ്പെട്ടവരാണെങ്കിലും സമൂഹ സുരക്ഷിതത്വത്തിന് അത് എതിരാണ് എന്നറിയാം, കുടുംബത്തെ തകർക്കുമെന്നറിയാം. പക്ഷേ ഇതിങ്ങനെ വ്യാപിക്കുന്നു, മാഫിയകൾ കൂടി വരുന്നു. എന്താ കാരണം? ആരാണു ലഹരി പാടില്ല എന്ന് പറഞ്ഞത്? അത് സമൂഹത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ വിശകലനം നടത്തണം. ആരാ ലഹരി പാടില്ല എന്ന് പറഞ്ഞത്? ആരോഗ്യ പ്രവർത്തകരല്ല, ഗവൺമെന്റ് അല്ല, പിന്നെ മറിച്ച് എന്നെ സൃഷ്ടിച്ച, എനിക്ക് കണ്ണ്, കാത്, കരള്, കിഡ്നി, ആമാശയം, മസ്തിഷ്കം ഇതൊക്കെ നൽകിയ എൻ്റെ റബ്ബാണ് ലഹരി ഉപയോഗിക്കരുത്, അതിനോട് സമീപിക്കരുത് എന്ന് എന്നോട് കൽപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ ലഹരി ഉപയോഗിക്കുകയില്ല എന്ന് തീരുമാനമെടുക്കാൻ കഴിയണം. ആ രീതിയിൽ റബ്ബിനെ പരിചയപ്പെടുത്താൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? അല്ലാഹു അക്ബർ പരിചയപ്പെടുത്താൻ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്തു തൗഹീദ് നീ കൃത്യമായി അറിയണം. ആലോചിച്ചു നോക്ക്, ലിബറൽ ചിന്താഗതികൾ അല്ലേ, നാസ്തികത, ഇതൊക്കെ ഇങ്ങനെ കടന്നു വരികയാണ് അല്ലേ. മൈ ബോഡി മൈ ചോയ്സ് അല്ലേ, പെൺകുട്ടികളിലാണ് കടന്നു വരുന്നത്. 20 വയസ്സ് കഴിഞ്ഞാലും എനിക്ക് കല്യാണം വേണ്ട എന്ന് പറയുന്നവരുണ്ടോ? ചിലതൊക്കെ നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. ജോലിയാവട്ടെ എന്നിട്ട് മതി. മാതാപിതാക്കൾ ചിന്തിക്കും അത് നല്ലൊരു കാഴ്ചപ്പാടാണ് എന്ന്. പക്ഷേ എനിക്ക് സ്വതന്ത്രമായി ജീവിക്കണം, ഞാൻ ആരുടെയും നിയന്ത്രണത്തിലല്ല, മൈ ബോഡി മൈ ചോയ്സ്, ഈ കാഴ്ചപ്പാട് അപകടത്തിലേക്ക് പോകും. എന്തേ അപകടത്തിലേക്ക് വരാൻ കാരണം? മറ്റൊന്നുമല്ല, ആരാ എൻ്റെ ബോഡി ക്രമപ്പെടുത്തിയത്? എൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് നിയന്ത്രിക്കുന്നത് ആരാ? എനിക്ക് വല്ല പങ്കുണ്ടോ? എനിക്ക് ജീവവായുവിൻ്റെ കണക്ഷൻ നൽകിയതാരാ? എനിക്ക് വല്ല പങ്കുമുണ്ടോ? എൻ്റെ മസ്തിഷ്കവും എൻ്റെ കണ്ണും കാതും കരളും, കരളിൻ്റെ വില എത്രയെന്ന്? എൻ്റെ കരള് പോയാൽ എൻ്റെ പ്രിയതമ അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവൻ ഒരു കഷ്ണം കരള് തന്നാൽ അത് തുന്നിപ്പിടിപ്പിക്കാൻ ആശുപത്രിയിൽ ഇന്നു ഞാൻ 50 ലക്ഷം നൽകണം. 50 ലക്ഷം. ആലോചിച്ചോക്ക്, തുടർ ട്രീറ്റ്മെന്റ് വേറെ ലക്ഷങ്ങൾ. ആരാണ് ഈ 50 ലക്ഷം വിലയുള്ള കരള് എനിക്ക് നൽകി അതിനെ കേടുവരാതെ ഫംഗ്ഷൻ ചെയ്യിപ്പിക്കുന്നത്? ആരാണ് എൻ്റെ കണ്ണും എൻ്റെ കാതും? എൻ്റെ ബാലൻസ് ക്രമീകരിക്കപ്പെട്ടത് എൻ്റെ കാതിലാണ്. എൻ്റെ കിഡ്നിയുണ്ട്, എനിക്ക് പച്ചവെള്ളം പൂതി തീരുവോളം കുടിക്കണമെങ്കിൽ ആ കിഡ്നി കൃത്യമായി ഫംഗ്ഷൻ ചെയ്യിക്കണം. ആരാണ് സഹോദരന്മാരെ, ആരാണ് സഹോദരിമാരെ, യുവാക്കളെ, യുവതികളെ ആലോചിക്കണം. എൻ്റെ ഈ കിഡ്നി ഫംഗ്ഷൻ ചെയ്യിപ്പിക്കുന്നത് അവനാണ് റബ്ബ്. ആ റബ്ബാണ് എന്നോട് പറയുന്നത്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് റിജ്സും മിൻ അമലി ശൈത്താൻ. തീർച്ചയായിട്ടും ലഹരി, അതുപോലെ തന്നെ പ്രതിഷ്ഠകൾ, പ്രശ്നക്കോലുകൾ, അതുപോലെ തന്നെ ലോട്ടറി അടക്കമുള്ള ചൂതാട്ടം, ഇത് ഹറാമാണ്, ശൈത്താനീയത്തിൻ്റെതാണ്, പൈശാചികമാണ് എന്ന് എൻ്റെ റബ്ബ എന്നോട് പറയുന്നത്. എൻ്റെ സുഹൃത്ത്, ഐക്കരപ്പടിക്കാരൻ സുഹൃത്ത്,
മാസങ്ങളായി ഹോസ്പിറ്റലിലാണ്. ചെറിയൊരു സ്ട്രോക്ക് വന്നതാണ്. അതിലൂടെ അയാൾ തളർന്നു, ചികിത്സയിലൂടെ രക്ഷപ്പെട്ടു വരുന്നു. ഇന്ന് 1 മാസം കഴിഞ്ഞിട്ടും ഉമിനീരിറക്കാൻ അയാൾക്ക് സാധ്യമല്ല. ഉമിനീരിറക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഡോക്ടർമാര് കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്തപ്പം പറഞ്ഞെന്താരോ, തലച്ചോറിലെ മെഡുല്ലയുടെ ഭാഗത്ത് ഒരു മുട്ടുസൂചി എടുത്ത് 2 കുത്തിട്ടാൽ എത്രയാ അത്ര വലുപ്പത്തിൽ ക്ലോട്ടിംഗ് ഉണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല, അത്രയും ക്രിട്ടിക്കൽ ഏരിയയാണ്. ഇന്ന് അയാൾക്ക് ഉമിനീരിറക്കാൻ കഴിയുകയില്ല. ഡോക്ടർമാർ പറഞ്ഞത് വർഷങ്ങളുടെ ട്രീറ്റ്മെന്റ് വേണ്ടി വരും തിരിച്ചെടുക്കണമെങ്കിൽ. ആലോചിച്ച് നോക്ക്, എത്ര ദുർബലനാണ് നമ്മൾ. നമ്മളെന്താ പറഞ്ഞത്? മൈ ബോഡി മൈ ചോയ്സ്. നമുക്ക് വല്ല ചോയ്സും ഉണ്ടോ നമ്മളുടെ ബോഡിയിൽ? ഇല്ല സഹോദരന്മാരെ, സഹോദരിമാരെ. ആ ബോഡി നമുക്ക് കൃത്യമായി സംവിധാനിച്ചു തന്ന, ദാനമായി നൽകിയ ആ റബ്ബാണ് എന്നോട് പറയുന്നത് ലഹരി ഉപയോഗിക്കരുത്. ഈ ബോധത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവരാൻ മതനേതാക്കന്മാർക്കും പ്രസ്ഥാനങ്ങൾക്കും സാധിക്കണം. അള്ളാഹുവിനെ പരിചയപ്പെടേണ്ട വിധത്തിൽ പരിചയപ്പെടുത്താൻ സാധിക്കണം. അല്ലെ, ശാസ്ത്രം ജയിച്ചു, ദൈവം പരാജയപ്പെട്ടു എന്നാ അല്ലേ? എന്തേ സുനിത വില്യംസ് അവിടെ പോയി വന്നില്ലേ? എന്താണ് പടച്ചവൻ എവിടെ? ഭൂമിയിൽ നിന്നൊരു 400 കിലോമീറ്റർ അകലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയുണ്ട്. അതിന്റെ കറക്കെത്ര അറിയാം നിങ്ങൾ? ഒരു സെക്കൻഡിൽ 7 കിലോമീറ്ററിലധികം. ഒരു സെക്കൻഡിൽ 7 കിലോമീറ്റർ. അപ്പോൾ ഒരു മിനിറ്റിൽ എത്ര കിലോമീറ്റർ പോയി? 45 മിനിറ്റ്. അവിടുത്തെ ഒരു പകല്, ഒരു രാത്രിയുടെ ദൈർഘ്യം 45 മിനിറ്റാ. അത്രയും വേഗത്തിൽ അത് വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു ഭൂമിയെ. ശരി, ഇതൊക്കെ നിർമ്മിച്ചില്ലേ? ഓ അപാരം, മനുഷ്യന്റെ അല്ലേ, ഭയങ്കരം. ദൈവം പരാജയപ്പെട്ടു. ഈ ദൈവം പരാജയപ്പെട്ടു എന്ന് പറയുന്ന മണ്ടൻ ആലോചിച്ചിട്ടുണ്ടോ? ആ യുക്തിവാദിയാണത്രേ, ഒരു യുക്തിയുമില്ല. അവൻ ചിന്തിച്ചിട്ടുണ്ടോ? ശരി, ഈ ബഹിരാകാശ നിലയം രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഈ ബുദ്ധി ഈ മനുഷ്യന് നൽകിയതാരാ? അവനാണ് അല്ലാഹു, അവനാണ് പ്രപഞ്ചനാഥൻ. ആ പ്രപഞ്ചനാഥൻ നൽകിയ ബുദ്ധി ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും നേടിയെടുക്കാൻ ഈ മനുഷ്യന് സാധിക്കുമായിരുന്നില്ല എന്ന തിരിച്ചറിവിലേക്ക്, കൃത്യമായ യുക്തിചിന്തയിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ആ റബ്ബില്ലെങ്കിൽ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ റബ്ബിന്റെ അപാരമായ കഴിവെത്രയാണ്, ആ റബ്ബിന്റെ കാരുണ്യം എത്രയാണ്, ആ റബ്ബിന്റെ അദാബിനെ കുറിച്ച് ആലോചിച്ചു നോക്ക്. ചരിത്രത്തിൽ നമുക്കെമ്പാടും തെളിവുകളുണ്ട്. ആ രീതിയിൽ അള്ളാഹുവിനെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ലഹരി എന്നല്ല, മറ്റുള്ള എല്ലാ തിന്മകളിൽ നിന്നും സമൂഹത്തെ മോചിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. അതിന് അല്ലാഹു അക്ബർ, ഈ മഹത്വമേറിയ വചനത്തിന്റെ ആശയം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അതിനു സാധ്യമായിട്ടുണ്ടോ എന്ന് വിലയിരുത്തുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ആളുകളെ മറക്കാൻ പാടില്ല. നമ്മൾ ആഘോഷത്തിലാണ്, നല്ല ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്. പക്ഷേ ഇതുപോലെ ഇരിക്കാൻ സാധ്യമല്ലാത്ത ഒരുപാട് സഹോദരന്മാർ, സഹോദരിമാർ നമ്മളുടെ നാട്ടിലുണ്ട്, പുറം ലോകത്തുണ്ട്. ഫലസ്തീനിനെ കുറിച്ച് നമുക്കറിയാം. ആ സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹുവേ, അത്തരത്തിൽ പ്രയാസപ്പെടുന്ന സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക് എല്ലാവിധ സഹായവും നൽകി അവരെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും നീ മോചിപ്പിച്ചെടുക്കണമേ നാഥാ. അവർക്കെതിരെ അക്രമം അഴിച്ചുവിടുന്ന ഭരണകൂടങ്ങളെ നീ പൂർണ്ണമായി പരാജയപ്പെടുത്തണമേ നാഥാ. രോഗികളുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട് നമ്മളുടെ കുടുംബത്തിൽ, അവരൊക്കെ സന്ദർശിക്കണം. അതുപോലെ തന്നെ കഷ്ടപ്പാടുള്ള ആളുകളുണ്ട്, അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണം. ഈ രീതിയിൽ നമ്മൾ ഇന്ന് ഈദ് ആഘോഷിക്കുമ്പോൾ, ഈദുൽ ഫിത്തർ ആഘോഷിക്കുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഈ സന്ദേശം കൈമാറി കഷ്ടപ്പെടുന്നവരെ ഓർത്ത് ആ രീതിയിൽ നമുക്ക് പ്രവർത്തിച്ചു മുന്നേറാൻ സാധിക്കേണ്ടതുണ്ട്. ആലോചിച്ച് നോക്ക്, നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ ആളുകളില്ലേ? ഈ അടുത്ത കാലത്ത് മൺമറഞ്ഞു പോയവരുണ്ട്, മുമ്പ് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അവരിലേക്കൊക്കെ നമ്മളുടെ പ്രാർത്ഥനകളുടെ ഫലമെത്തുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അവരെ ഓർത്തിട്ടുണ്ടോ വല്ലപ്പോഴും നമ്മൾ? ഈ റമദാനിന്റെ പകലിൽ, രാവുകളിൽ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ നമ്മളോട് വിട പറഞ്ഞു പോയ നമ്മളുടെ മാതാപിതാക്കള്, മക്കള്, ഇണകള്, ബന്ധപ്പെട്ടവർ, അതുപോലെയുള്ള ആളുകളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ?
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് എന്ത് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഇസ്മായിൽ മാഷ പോലെയുള്ളവർ, സുഖമില്ലാതെ കിടക്കുന്ന ആളുകൾ, അതുപോലെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മരണപ്പെട്ടു പോയ MT പോലെയുള്ളവർ, അതിനുശേഷം വന്നിട്ടുള്ള, അതിനു മുമ്പ് വന്നിട്ടുള്ള ഒരുപാട് തലമുറകളുണ്ട്. ആ തലമുറകൾക്ക് വേണ്ടി, അവർക്ക് അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി, സ്വർഗം ലഭ്യമാവുന്നതിന് വേണ്ടി, അവരെയും നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പടച്ചവനെ, ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ ഒരുപാട് നേതാക്കന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അവർക്കെല്ലാവർക്കും, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവർ, മരണപ്പെട്ടു പോയവർക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ നാഥ. പടച്ചവനെ, നിന്റെ അപാരമായ ഔദാര്യം കൊണ്ട് അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥ. ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഖുതുബ കഴിഞ്ഞാൽ എഴുന്നേൽക്കരുത്. ലഹരിക്കെതിരെയുള്ള ഒരു പ്രതിജ്ഞയുണ്ടല്ലോ, നമ്മൾ കൂട്ടായി എടുത്തിട്ടുള്ള ആ പ്രതിജ്ഞ ഇവിടെ നിന്ന് ചൊല്ലിത്തരും. അപ്പൊ നമ്മൾ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്നല്ല അതിന്റെ അർത്ഥം. മുസ്ലിം സമൂഹത്തെ മുൾമുനയിൽ നിർത്തുകയാണ് എന്നുമല്ല അർത്ഥം. പക്ഷെ ഒരു പ്രതിജ്ഞ നമ്മളുടെ മനസ്സിലുണ്ടാവുമ്പം അത്തരത്തിലുള്ള തിന്മകൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനം നമ്മളുടെ മനസ്സിലുണ്ടാവും. അതുമാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ രീതിയിൽ അല്ലാഹു അക്ബർ എന്ന ആ തക്ബീറിന്റെ മഹത്വം ഉൾക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കൃത്യമായി അറിഞ്ഞു മനസ്സിലാക്കി ആ റബ്ബിനെ ആരാധിച്ച്, പടച്ചവനെ നിനക്കാണ് സർവസ്തുതിയുമെന്ന് നമ്മൾ പ്രഖ്യാപിച്ചത് ജീവിതത്തിൽ അന്വർത്ഥമാക്കി മുന്നോട്ട് പോവാൻ സാധിച്ചാൽ മുസ്ലിം സമൂഹത്തിന് ഭാവിയുണ്ട്. ചിലപ്പോൾ ഈ ഒരു ചെറിയ സംഘമായിരിക്കും ആ മുസ്ലിം സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പടച്ചവൻ തയ്യാറാക്കി നിർത്തിയിട്ടുള്ള ടീം. ആ രീതിയിൽ നമ്മളുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുക. നോമ്പിലൂടെ, മറ്റുള്ള ആരാധനകളിലൂടെ നേടിയെടുത്ത ആ ചൈതന്യം, ആ തഖ്വ ജീവിതാവസാനം വരെ നിലനിർത്തുക. അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ, നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ നാഥ. പടച്ചവനെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങളെല്ലാം നീ പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കണമേ നാഥ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ നാഥ. പടച്ചവനെ, ഫലസ്തീൻ ജനതയ്ക്ക് ആശ്വാസം നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ നാഥ. നീ അല്ലാത്ത ഒരു ശക്തിക്കും അവർക്ക് പൂർണ്ണമായ ആശ്വാസം നൽകാൻ സാധ്യമല്ല. പടച്ചവനെ, ഫലസ്തീൻ ജനതയ്ക്ക് പൂർണ്ണമായ ആശ്വാസം നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ നാഥ. അവർക്കെതിരെ കണ്ണും കാതുമില്ലാതെ അക്രമം അഴിച്ചുവിടുന്ന ഭരണകൂടങ്ങളെ നീ പരാജയപ്പെടുത്തണമേ നാഥ. നിനക്ക് മാത്രമേ അവരെ പരാജയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഭരണകൂടങ്ങളെ നീ പരാജയപ്പെടുത്തണമേ നാഥ. പടച്ചവനെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. വളരെ സമാധാനത്തോടുകൂടി സ്വസ്ഥമായി ഞങ്ങളുടെ ആരാധനകളെല്ലാം നിർവഹിച്ച് ഞങ്ങളുടെ മതപരമായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉപയോഗപ്പെടുത്തി ജീവിക്കാനുള്ള ആ തൗഫീക്ക്, ആ സ്വാതന്ത്ര്യം ഇനിയും ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ വരും തലമുറക്കും നീ നിലനിർത്തി തരണമേ നാഥ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.